വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമ്മറിലൊക്കെ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഫ്രോക്കാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്ക് മെഷർമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 ഇയർ ബേബിക്ക് പറ്റിയ ഒരു മെഷർമെൻറ്റാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ആദ്യമായിട്ട് 30 ഇഞ്ച് വിഡ്ത്തും 13 ഇഞ്ച് ലെങ്ത്തുമാണ് ഞാനിവിടെ ഫ്രോക്കിന് വേണ്ടി ഫാബ്രിക് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഫാബ്രിക് മുറിച്ചെടുത്തു. ഇനി അത് മടക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ പാർട്ട് നമുക്ക് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ സെൻറ്റർ പാർട്ടിൻ്റെ അവിടെ നമുക്കൊരു ചോക്ക് ഉപയോഗിച്ച് ടിക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ഞാൻ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും സെൻറ്റർ പാർട്ട് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും പ്ലീറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ഞാൻ സെൻറ്റർ ഭാഗത്തോട്ടേക്ക് പ്ലീറ്റ് ചെയ്ത് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇനി ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായുള്ള മെഷർമെൻറ്റ് ലെങ്ത്ത് ഒരു 6 ഇഞ്ചും വിഡ്ത്ത് ഒരു 10 ഇഞ്ചുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അങ്ങനെ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് മടക്കി വെച്ച് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. ഇനി അത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നെക്സ്റ്റ് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഷോൾഡറിൻ്റെ ലെങ്ത്ത് ഒരു 8 ഇഞ്ചും വിഡ്ത്ത് 2 ഇഞ്ചുമാണ് എടുക്കുന്നത്. അങ്ങനെ ഇത് മടക്കി വെച്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ അടിഭാഗത്തായി ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫാബ്രിക് വൈറ്റ് കളറാണ്. നമുക്കത് മെഷർമെൻറ്റ് നോക്കാം. ഒരു 47 ഇഞ്ച് ലെങ്ത്തും 3.5 ഇഞ്ച് വിഡ്ത്തുമാണ് എടുക്കുന്നത്. ഇതിങ്ങനെ മടക്കി പ്രില്ല് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ബോട്ടം ഭാഗം സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ യോക്ക് ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. യോക്ക് പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് ഷോൾഡർ ഭാഗം കണക്ട് ചെയ്തെടുക്കണം. ഫൈനലി ഫ്രോക്കിൻ്റെ ഔട്ട്പുട്ടാണിത്. അപ്പോൾ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തു, സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ പറഞ്ഞ പോലെ ബോട്ടം ഭാഗത്ത് പ്രില്ല് ചെയ്ത് ഒരു വൈറ്റ് ഫാബ്രിക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഈസി സമ്മർ ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് സെക്ഷൻ ആഡ് ചെയ്യണേ മറക്കരുത്. താങ്ക്